മഞ്ചേശ്വരം വാർഡില് ആരാണ് ജയിക്കാൻ സാധ്യത ഉള്ളത്? അഷ്റഫാണ് ജയിക്കാനുള്ളത്. മുഖ്യമന്ത്രി ആരാവാൻ ആഗ്രഹങ്ങളെ അഭിപ്രായത്തില്? ആഗ്രഹമില്ല. LDF ഭരണത്തിന് കയറോ? സാധ്യത മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാരാ അറിയോ? പിണറായി വിജയൻ. ഏത് പാർട്ടിയാണെങ്കിലും റോഡ് ശരിയില്ല. ഓക്കെ. ബീച്ചിന്റെ റോഡൊക്കെ പോയതാ. ഓക്കെ. റോഡിൽ പോകുന്നില്ല, റോഡല്ല കുണ്ടായി. താങ്കളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം മുഖ്യമന്ത്രി 140 നിയോജക മണ്ഡലങ്ങളിലൂടെ ട്രാവൽ ചാനൽ വോട്ട് ബൈ കേരളം ആരോടൊപ്പം എന്ന ക്യാപ്ഷനോടാണ് ഞാനിപ്പം എത്തിയത്. മഞ്ചേശ്വരത്തു നിന്നും നമ്മുടെ പഴയ മന്ത്രി ചെറുക്കളം അബ്ദുള്ളയുടെ വാർഡിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ആദ്യം തന്നെ ഒരുപാട് ആൾക്കാർ ചായ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമ്മളെ ഇവിടുത്തെ മണ്ഡലത്തിന്റെ അവസ്ഥകൾ എന്താ നോക്കാം. മണ്ഡലത്തിന്റെ പേരൊന്ന് പറയോ? ഇത് എവിടെ സ്ഥലം? മഞ്ചേശ്വരത്തിലെ എന്താ ഹോസ്റ്റലിലേക്ക് ഗരോഡ എന്ന് പറയുന്നത്. ഇവിടൊക്കെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ രാഷ്ട്രീയം ഉണ്ടോ? എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടോ? എങ്ങനെ? വേറെ ഒന്നുമില്ല, ആർക്കില്ല രാഷ്ട്രീയം, പ്രത്യേകിച്ച് ആർക്കില്ല അങ്ങനത്തെ ആൾക്കാരാ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പം വരുന്നത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ് വരുന്നത് കേരളത്തിൽ. ചെറുക്കളം അബ്ദുള്ളന്റെ വാർഡായ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ പ്രാവശ്യം ലീഗിന്റെ അഷ്റഫാണ് ജയിച്ചു വന്നത്. വെറും 745 വോട്ടിന് അല്ലെ, കുറഞ്ഞ വോട്ടിനാ ജയിച്ചത്. ഇപ്രാവശ്യം അഷ്റഫ് നിലനിർത്തും. അഷ്റഫ് മണ്ഡലത്തിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? പ്രവർത്തനമൊക്കെ ഉണ്ടോ ഇവിടെ? കാര്യമായിട്ട് ഉത്തമ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യത കാണുന്നുണ്ടോ? കാണും. നിങ്ങളെ അഭിപ്രായം എന്താ? അഷ്റഫിന് അഭിപ്രായമില്ല. അഷ്റഫ് മണ്ഡലത്തിന് സാധാരണ വരാറുണ്ടോ? ഇവിടെ കാണാറുണ്ട്. ജയസാധ്യത ഇവിടുത്തെ മണ്ഡലത്തിന് BJPക്കാണ് ജയസാധ്യത ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 745 വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത്. ഇവിടെ ഇതിപ്പോ ഇവിടെ പറഞ്ഞു മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അഷ്റഫ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിന്, പക്ഷെ അത്ര ഒന്നും നമുക്കറിയില്ല. കൂടുതൽ ഡീപ്പായിട്ട് അറിയില്ല. നമ്മളെ ഈ സീറ്റ് ലൈറ്റ് നോക്കും സാറേ, ഏകദേശം ഒരാഴ്ചയായി കത്തുന്നില്ല. 5 കൊല്ലായി ശരിയില്ല. ഒരു 2 ബൾബ് കത്തുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കത്തില്ല. ആ ഒരു ഗ്ലാസ് തന്നെ. നമ്മളെ റോഡ് ശരിയില്ല. റെയിൽവേ സ്റ്റേഷന്റെ റോഡ് എന്താ നല്ല ഇന്റർലോക്ക് അല്ലേ? ഇന്റർലോക്ക് ഇല്ല, ഒന്നുമില്ല. ഒന്നാമത്തത് ഭയങ്കര കഷ്ടമാണ്. ബ്രിഡ്ജാന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പേര് പിടിച്ചില്ല. പിന്നെ ഏകദേശം ഒരു ടോയ്ലറ്റ് ഇല്ല ഇവിടെ. ബ്ലോക്ക് ഭയങ്കര ടോയ്ലറ്റ് ഇല്ല. മനുഷ്യർ ലേഡീസ് ജെന്റ്സ് ടോയ്ലറ്റ് ഇല്ലടാ. പിന്നെ ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് തൊട്ടടുത്ത് മീന്റെ മാർക്കറ്റ് നാറിയിട്ട് പൊട്ടുന്നു. ഒരു വികസനം ഇല്ലടാ. വികസനം വളരെ കുറവാണ്. കേരള സർക്കാർ കേരളം ഇപ്പൊ 10 വർഷമായിട്ട് LDFന്റെ ഭരണത്തിലാണ്. എന്താണ് LDFന്റെ ഭരണത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. എന്തെങ്കിലും പറയണ്ടോ? എങ്ങനെ? പറയാനൊന്നുമില്ല. നല്ല അഭിപ്രായമാണ് സാറേ. നോക്കാറ് ഡ്രെയിനേജ് ഒന്നും ഇല്ല ഇവിടെ. അതെ, എല്ലാ റോട്ടിൽ പോകുന്നു. ഓക്കെ. അത് ലീഗിനാണ് നിങ്ങൾ ജയസാധ്യത കാണുന്നത്. BJPക്ക് സാധ്യത കാണുന്നുണ്ടോ? കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ? അത് ജയിക്കാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തോ കൈശലായി പോയതാണ്. അപ്പൊ BJP കേരളത്തിൽ എത്ര സീറ്റിന് സാധ്യത ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തില്? അതൊന്നും പറയാൻ പറ്റില്ല. 2026 ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ജസ്റ്റ് ഒരു സർവേ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സർവേ ആണ്. ഇവിടെ കാരണം ചെറുക്കളം അബ്ദുള്ളന്റെ ഒരു മണ്ഡലമായിരുന്നു ആദ്യത്തെ അല്ലെ. ഇപ്പം അഷ്റഫ് അല്ലേ MLA. എന്താണ് അഷ്റഫിന്റെ അഭിപ്രായം? എന്തെങ്കിലും നല്ല അഭിപ്രായമാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടിനെ ജയിച്ചല്ലേ? ആ ഒരു ഭൂരിപക്ഷം മറികടക്കോ? അല്ലെങ്കിൽ ചെറിയ വോട്ടിനായിരിക്കോ വിജയം? കടക്കും. ഇവിടെ BJPക്ക് എന്താ സ്ഥിതി? സാധ്യത ഉണ്ടോ? പറയാൻ പറ്റില്ല. പൊതുവെ നമ്മളെ ഇതിന്റെ കേരള ഭരിക്കുന്ന LDFന്റെ എന്തെങ്കിലും സാധ്യത ഇവിടെ കാണുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിന്റെ എന്താ അഭിപ്രായം? കേരള മുഖ്യമന്ത്രി നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് പാർട്ടി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നിഷ്പക്ഷമായിട്ട് പറഞ്ഞതാണ് അഷ്റഫിന്റെ ജയം കിട്ടുമെന്നുള്ളത്. BJPക്ക് സാധ്യത ഇല്ല എന്നാണ് അത് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിൽക്കുന്നത് മഞ്ചേശ്വരം വാർഡിലുള്ള ഒസങ്കടി എന്ന ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഷോപ്പുകളുണ്ട്. ആരാ ജയിക്കാൻ ജയസാധ്യത എന്തെങ്കിലും ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ LDF ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്തല്ലേ LDF? അങ്ങനെ 2006
മൂന്നാം സ്ഥാനത്തിലുണ്ടായിരുന്നല്ലോ. മൂന്നാം സ്ഥാനത്തിലെത്തിയില്ലേ ഇങ്ങനെ 2006 ആ CH കുഞ്ഞപ്പ ജയിച്ചില്ലല്ലേ? ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം കിട്ടിയില്ല അല്ലെ? ഇല്ല. 2006 ഈ പ്രാവശ്യം സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. സാധ്യത ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ പാർട്ടി LDF ആണോ? LDF ആണ്. ഇവിടെ BJPക്ക് സാധ്യത കാണുന്നുണ്ടോ? BJPക്ക് പറയാൻ പറ്റില്ല. അതുപോലെ അഷ്റഫിന്റെ എന്താണ്? അഷ്റഫിനാണ് ഫൈറ്റ് ഉണ്ട്. മൂന്നാളും തുല്യ മത്സരം നടക്കുന്നത്. AK അഷ്റഫാണ് ജയിക്കാൻ സാധ്യത. അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതാണല്ലോ. ഇവിടെ സേവനങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല സേവന. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ അഭിപ്രായത്തിൽ ആയിരിക്കും ആണ് അല്ലേ? ഇലക്ഷനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? അറിയില്ല. മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാരാ അറിയോ? പിണറായി വിജയൻ. അതെന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം? ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാ. സൗഹാർദ്ദം ചെയ്യുന്നുണ്ട്. സൗഹാർദ്ദം അതാണ് മെയിൻ വേണ്ടത്. അതാണ് മെയിൻ ഇവിടുത്തെ സൗഹാർദ്ദം അവിടെ കേരളത്തിന് വേണ്ടത് അല്ലേ? ഓക്കെ, മഞ്ചേശ്വരത്ത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? മഞ്ചേശ്വരത്ത് ഇപ്പൊ ഉള്ള MLA അഷ്റഫാണ് ജയിക്കാൻ സാധ്യത അല്ലേ? BJPക്ക് സാധ്യത ഉണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ആരാളെ? സുരേന്ദ്രന്. കേരള മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആരൊക്കെയാ? ശോഭ സുരേന്ദ്രന്. ഓ, താങ്കളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ശോഭ സുരേന്ദ്രൻ കേരള മുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാരാ? VD സതീശന്. ഞാനിപ്പോ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തായ ഉപ്പളയിലപ്പ ഉള്ളത്. ഉപ്പളയൊന്നും നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ബസ് സ്റ്റാൻഡാണ്. ഇത് ബസ് സ്റ്റാൻഡ്. മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാരാ? ഇഷ്ടപ്പെട്ട ആള് അല്ല, നിങ്ങളെ ഇഷ്ടം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല. അതേയുള്ള ആരാ? നന്മ. അതന്നെ, അത് നിങ്ങൾക്ക് ആരാ കാണുന്നത്? നന്മ ഉള്ളത് ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. VD സതീശ ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്, മറ്റേ സുരേന്ദ്രൻ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ആരില്ല. രമേശ് ചെന്നിത്തല ഇല്ല. ഈ കേരള ഭരിക്കാൻ ഏത് പാർട്ടി ആയിരിക്കും വരാൻ സാധ്യത ഉണ്ട്? BJP ഉണ്ട്, UDF ഉണ്ട്, LDF ഉണ്ട്. LDF. ഈ മഞ്ചേശ്വരം വാർഡില് ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ജയിക്കാൻ സാധ്യത ആ വോട്ട് ജയിക്കാനായി സാധ്യത കോൺഗ്രസാ? കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാരാ? മുഖ്യമന്ത്രി ഗവൺമെന്റ് ഇപ്പൊ ഉള്ളത്. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുള്ള ആളാരാ? പറയാൻ പറ്റൂല. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആളാരാ? ഇവിടെ നിങ്ങളെ കാസർഗോഡ് മഞ്ചേശ്വരം ലീഗ് ജയിക്കും. ഓക്കെ, ശരി, മതി. അപ്പൊ കേരള മുഖ്യമന്ത്രിന്റെ അറിയില്ല. മോളാർക്ക് ചെയ്യുമ്പോൾ പിണറായി വിജയൻ ചെയ്യുക. നീയോ? പിണറായി വിജയനാ? കേരളത്തിന് മുഖ്യമന്ത്രി സാധ്യതയുള്ള ആളാരാ? പിണറായി വിജയൻ ഉണ്ട്, രമേശ് ചെന്നിത്തല ഉണ്ട്, VD സതീശൻ ഉണ്ട്. ആരാണ് ആവാൻ താല്പര്യം? ആരായാലും പ്രശ്നമില്ല. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ഈ മഞ്ചേശ്വരം വാർഡില് ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളത്? അഷ്റഫാണ് ജയിക്കാനുള്ളത്. ഇവിടെ ഫൈറ്റുള്ളത് UDF-ഉം BJP ആണുള്ളത്. അപ്പൊ LDF ഇതില് ഇവിടെ ചിത്രത്തിൽ ഇല്ല എന്നാ പറയുന്നത്. LDF ചിത്രത്തിലില്ല. ഫൈറ്റുള്ളത് വേറെ രണ്ടാളാണ്. പക്ഷേ ഞങ്ങളെ ഇപ്പോ അഭിപ്രായം നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞാല് BJP-നെ തോപ്പിക്കാൻ SDPI മാത്രമേ ഉള്ള പോരാ, എല്ലാ പാർട്ടിക്കും ബാധികമാണ് BJP-നെ തോൽപ്പിക്കാൻ. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നെങ്കിൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ടും SDPI-ന്റെ സപ്പോർട്ട് ആയിരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരും. SDPI-ന്റെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ അങ്ങനെയാണ് പാർട്ടി എല്ലാ വർഷവും നമ്മ UDF-നെ സപ്പോർട്ട്. എന്താ നമ്മ ഫാസിസ്റ്റിന് എതിരായിട്ടേ ഉള്ളത്. പക്ഷെ എല്ലാവർക്കും BJP വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇതുള്ളത്. പക്ഷേ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കും ആയിരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആര് നിൽക്കുന്ന ഉറപ്പ് കൊടുക്കും. അല്ല ഓരോ എല്ലാം പാർട്ടി നിൽക്കുന്നത് ഞങ്ങൾ നിൽക്കേണ്ട അഭിപ്രായത്തിൽ ഞങ്ങൾ ഉള്ളതാണ്. അപ്പൊ മുമ്പ് UDF-ന് കൊടുത്ത പോലെ ആ അഭിപ്രായം നമ്മളിൽ ഇപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ സ്വതന്ത്രനായിട്ട് നിർത്താണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ നേരിട്ട് നിൽക്കും. നിങ്ങൾ പാർട്ടി LDF ആണോ? അതെ. LDF-ന് എന്തുകൊണ്ടാണ് ഇവിടെ മൂന്നാം സ്ഥാനത്തിലേക്ക് കയറാൻ കാരണം?
ആള് കുറവ് ആള് കുറവാണ്. നിങ്ങൾ BJP-ന്റെ ഇതിലേക്ക് ജയിക്കാൻ സാധ്യത എന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആള് പോകുമ്പോൾ പിന്നെ SDK ഇവിടെ ഇതാക്കുന്നു പറയുന്നു. സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. SDPക്ക് ഇവിടെ വാല്യൂ ഉണ്ടോ? ആളുണ്ടോ? ആളുണ്ടെങ്കിലും വലിയ അതുകൊണ്ട് അങ്ങനെ വന്ന അഷ്റഫിനെ തോക്കാൻ സാധ്യത ഉണ്ട്.